ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞ് ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടിയും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കടയിൽ വന്നിട്ട് ആദ്യം കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഇവിടെ നെക്സ്റ്റ് മന്ത് ഹലോവിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ഇവിടെയുള്ളവർ അവരുടെ വീട്ടിലും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷോപ്പിലേക്കൊക്കെ കയറി വരും ഇങ്ങനെ എല്ലാവരെയും പേടിയാട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് കേട്ടോ ഇത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മൾ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ബർഗർ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബർഗർ ബണ്ണ് നമുക്ക് പാക്കറ്റിൽ ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ബണ്ണ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോയും കുറച്ച് കുക്കുംബറും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മൈനസ് ഉണ്ട്, കച്ചപ്പുണ്ട്. പിന്നെ ഈ മസാല ബീഫിൻ്റെ മസാലയാണ് കേട്ടോ. നമ്മൾ സമൂസക്കും കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കിയില്ലേ അതുപോലത്തെയാണ്. അപ്പോൾ ആദ്യം കച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സാലഡാണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ മസാല വെച്ചിട്ടും ചെയ്യുക, ബീഫ്, ലാമ്പ് അങ്ങനെ എല്ലാതും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഫിഷിൻ്റെ മസാല ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ബർഗർ കഴിക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. ഇഷ്ടമുള്ള സാലഡ് വെച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ. ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ഇവർക്ക് സ്കൂളിലേക്കും ലഞ്ചിനൊക്കെ ആയിട്ട് വെക്കാറുള്ളത്. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ്റെ മസാല ഉണ്ടെങ്കിൽ അതും നമുക്കതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നമുക്ക് ഒരു ബർഗറൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ജസ്റ്റ് ഉള്ളി വഴറ്റിയിട്ട് നമ്മൾ എഗ്ഗ് അതിൽ ചിക്കിയിട്ടും അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി മീറ്റും എഗ്ഗും ഒന്നും ഇല്ലെങ്കിലും ഉള്ളി വഴറ്റിയിട്ടും നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വേണമെങ്കിൽ അതിങ്ങനെയും ചെയ്യാം കേട്ടോ, സിമ്പിളായിട്ട്. ഇനി ബണ്ണില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നെക്സ്റ്റ് ഡേ നമ്മൾ എൻ്റെ ഭർത്താവിൻ്റെ ബ്രദറിൻ്റെ മകന് ഒരു കുഞ്ഞ് ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഹലോ, come on baby, come on. Yeah. Wow, this is not thank you. ഇത് അവരുടെ മൂത്ത മോനാണ് കേട്ടോ, റൂയി. ഞാനൊരിക്കൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വ്ളോഗിൽ. ഇപ്പം ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ ബേബിയാണ്. Grandpa gives for you. Grandpa. His favorite. What is it? Yummy. You want some? Or you keep it for dinner? Excited? Also walk das. What way is it?
ഒരു കക്ക കൊടുത്ത അഗ്ഗ കൊറീസ Good job. Nice. ഇത് പിടിക്കും ഇത് കൊടുക്കുമ്പോ The robot. സ്വിച്ച് ഓൺ ആദ്യം അവനക്കത് കണ്ടപ്പോൾ നല്ല പേടിയായിരുന്നു കേട്ടോ. അത് ബാറ്ററി ഓൺ ആക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. Look at that gun. Oh my god. Just run away. No football. അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ മാറി, ആളും ഒക്കെ ആയി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബേബി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ബേബിക്ക് ഉറങ്ങുന്ന സമയമൊക്കെ ആയി, വിശന്നിട്ടൊക്കെ. അപ്പോൾ ബേബിക്ക് പാല് കൊടുക്കുകയാണ്. മോൻ്റെ പേര് എസ്ര എന്നാണ് കേട്ടോ. മൂത്താളുടെ പേര് റൂയി, രണ്ടാമത്തെ ആളുടെ പേര് എസ്ര എന്നാണ് കേട്ടോ. 5 minutes rest, okay? 5 minutes. ഇതാണ് കേട്ടോ ബ്രദറിൻ്റെ മോനും വൈഫും. വൈഫിൻ്റെ പേര് സോഫി എന്നാണ് കേട്ടോ. മോൻ്റെ പേര് സാക്ക് എന്നാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവരും കമൻറ്റ് എഴുതണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.